കിഴക്കൻ ഉത്തർപ്രദേശിലെ ഗതാഗതം സുഗമമാക്കുക, ദ്രുതഗതിയിൽ വികസനം നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫേസ് 5-ൽ പ്രയാഗ്രാജ് മുതൽ വാരണാസി വരെയുള്ള NH-19 ആറുവരിപ്പാതയുടെ നിർമ്മാണ പദ്ധതി പൂർത്തീകരിച്ചു. ഭാരതത്തിന്റെ 2 സാംസ്കാരിക നഗരങ്ങളായ പ്രയാഗ്രാജും വാരണാസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഈ നഗരങ്ങൾ തമ്മിലുള്ള ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിൽ പല വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും ഇവിടെ സജീവമായി നടന്നുവരുന്നു. ഈ പ്രദേശങ്ങൾ അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്നു. NH-19 പ്രയാഗ്രാജ് മുതൽ വാരണാസി വരെയുള്ള ആകെ ദൂരം 73 കിലോമീറ്റർ ആണ്. ഈ ഹൈവേ പദ്ധതിക്ക് ചിലവ് ഏകദേശം 2447 കോടി രൂപയും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ 6 വരി പാതയിൽ 5 എലിവേറ്റർ സ്ട്രക്ചറുകൾ, 3 ഫ്ലൈ ഓവറുകൾ, വാഹനങ്ങൾക്കായുള്ള 10 അണ്ടർപാസുകൾ, കാൽനടയ്ക്കായുള്ള 12 അണ്ടർപാസുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹി കൊൽക്കത്ത കോറിഡോറിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ ഹൈവേ. സുവർണ ചതുർഭുജം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ കിഴക്കൻ UPയിലെ പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, വാരണാസി എന്നീ പ്രധാന നഗരങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന എലിവേറ്റഡ് സ്ട്രക്ചറുകളും ഫ്ലൈ ഓവറുകളും ഈ പ്രദേശത്തുള്ള അപകട സാധ്യതകൾ വലിയ തോതിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രയാഗ്രാജ് മുതൽ വാരണാസി വരെയുള്ള യാത്രാസമയം 3.5 മുതൽ 4 മണിക്കൂർ വരെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ പുതിയ പദ്ധതിയിലൂടെ അത് വെറും 1.5 മുതൽ 2 മണിക്കൂർ വരെയായി ചുരുങ്ങും. യാത്രാസമയം കുറയ്ക്കുക, ഇന്ധന ചിലവ് കുറയ്ക്കുക മാത്രമല്ല, വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. കൂടാതെ അനുബന്ധമായ നഗരങ്ങളുടെ വികസനവും തൊഴിൽ സാഹചര്യങ്ങളുടെ വൻ വർധനവും ഇതുമൂലം സാധ്യമാകുന്നു. ഈ പദ്ധതി പ്രയാഗ്രാജ് വാരണാസി ടൂറിസം മേഖലയ്ക്ക് വൻ നേട്ടങ്ങൾ നൽകും. മാത്രമല്ല, മിർസാപൂരിലുള്ള വിന്ധ്യാവാഹിനി ദേവി ക്ഷേത്രം, ഭദോഹിയിലുള്ള സീതാമണി ക്ഷേത്രം എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഭക്തർക്ക് ഇത് വലിയ അനുഗ്രഹമായിരിക്കും. ഇക്കഴിഞ്ഞ നവംബർ 30-ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇതിലൂടെ വൻ വികസന സാധ്യതകളാണ് സാക്ഷാത്കരിക്കപ്പെടുക.